ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണടയെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിയിൽ പോയായിരുന്നു. എൻ്റെ കണ്ണ് ടെസ്റ്റ് ചെയ്തു. അപ്പോൾ 1.25 പവർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണട ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ണട ഓർഡർ ചെയ്തു. അപ്പോൾ ഓഫർ ഉണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് 2 കണ്ണട ഞാൻ ഓർഡർ ചെയ്തു. എനിക്ക് റിസീവ് ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ കണ്ണടയെക്കുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നപ്പോൾ. അപ്പോൾ ഇത് വിൻസെൻറ്റ് ചേസ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. മറ്റേത് ജോൺ ആൻഡ് ജേക്കബ്സ് എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ നമുക്ക് ഈ വിൻസെൻറ്റ് ചേസിന് തുടങ്ങാം. നല്ലൊരു ഹാർഡായിട്ടുള്ളൊരു കേസിലാണ് ഇത് വരുന്നത്. നല്ല ഇത്തിരി കനവുണ്ട്. നമുക്ക് തുറക്കുമ്പോൾ തന്നെ അറിയാം നല്ല ഹാർഡാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിക്കുന്ന ഒരു വൈപ്പ് ചെയ്യാൻ പറ്റിയിട്ട് ക്ലോത്ത് നമുക്ക് തന്നുണ്ട്. ഇതുപോലത്തെ ഒരു കവറിലാണ് ഇത് വരുന്നത്. ഇതാണ് ഗ്ലാസ്. ഇതിൻ്റെ ഫ്രെയിം വന്നിട്ട് ഒരു ബ്ലൂയിഷ് ഡാർക്ക് ബ്ലൂ കളറാണ്. ഒരു ഇത്തിരി ട്രാൻസ്പെറൻസി ഇതിനകത്തുണ്ട്. നല്ല ഹാർഡ് ഫ്രെയിമാണ്, ഫ്ലെക്സിബിലിറ്റി ഇല്ല. ഞാനിത് സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തുറക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ മുഖത്ത് നമ്മളിത് ഇടുമ്പോഴത്തേക്കും ഈ ഒരു തരം സ്ക്വീക്ക് ചെയ്യുന്ന സൗണ്ട് ഇതിന് വരില്ല. വളരെ സ്മൂത്തായിട്ട് ഇതിൻ്റെ ഈ ഹെയർ സപ്പോർട്ട് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, ക്ലോസ് ചെയ്യാൻ പറ്റും. ഇതുണ്ടോ, അങ്ങനെ ഒരു സ്ക്വീക്ക് ചെയ്യുന്ന ഒരു സൗണ്ട് ഇതിനകത്ത് വരുന്നില്ല. അത് കാരണം ഞാനിത് സെലക്ട് ചെയ്ത്. പിന്നെ അത്യാവശ്യം കാണാനും നല്ല ലുക്കുണ്ട്. ഇവിടെ നമുക്ക് കാണാം വിൻസെൻറ്റ് ചേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മോഡൽ നമ്പർ നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. ഈ ഇയർ സപ്പോർട്ടിൻ്റെ അകത്തുകൂടെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഒരു മെറ്റലിൻ്റെ ഒരു കമ്പി പോലെ ഇതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഹിഞ്ച് ഒരു മെറ്റൽ ഹിഞ്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ണട തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇട്ടാലും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ നോസിൻ്റെ പറഞ്ഞ ഇവിടെ സപ്പോർട്ട് ഒരു എക്സ്ട്രാ പീസായിട്ട് കിടക്കണതല്ല. ഇതിൽ തന്നെ ഇങ്ങനെ മോൾട്ടറാണ്. അപ്പോൾ കാരണം നമ്മളിത് നോസിൽ വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നോസിൽ പാട് വരില്ല, അതുപോലെ വേദന എടുക്കില്ല. ചില ആൾക്കാർക്ക് വേദന എടുക്കുമ്പോൾ നോസിൽ കുറേ നേരം ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിന് ആ പ്രശ്നമില്ല. അപ്പോൾ അത് കാരണം ഞാനിത് ഇങ്ങനത്തെ സെലക്ട് ചെയ്തു. ഇതിൻ്റെ ലെൻസ് നമുക്ക് വേറെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇതെടുത്ത് മാറ്റത്തക്ക രീതിയിലുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ലെൻസ് യൂസ് ചെയ്യുന്നത് പ്രോഗ്രസീവ് ലെൻസാണ്. അതിൽ ബ്ലൂ കട്ട് കോട്ടിങ്ങും ഉണ്ട്. അപ്പോൾ ബ്ലൂ കട്ട് കോട്ടിങ് എനിക്കറിയാൻ പാടില്ല എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഒരു കളർ എഡിറ്റിംഗ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഡീപ്പ് കളർ എഡിറ്റിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ബ്ലൂ കട്ട് ലെൻസ് അത്രയും സൂട്ടബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് ബ്ലൂ കളർ കറക്റ്റായിട്ട് കാണില്ല. അപ്പോൾ അത് കാരണം ഇത് നോക്കി മേടിക്കാവും. എഡിറ്റിംഗ്, കളർ എഡിറ്റിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലൂ കട്ട് ലെൻസ് മേടിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ ഗ്ലാസ് ഇടുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. ഇപ്പോൾ ഇത് നോക്കി നമ്മൾ മേടിക്കണം. നമ്മൾ ഇയറിൻ്റെ അവിടെ വേദന എടുക്കരുത്, എന്നാൽ ഊരി പോവുകയും ചെയ്യരുത്. അപ്പോൾ അത് നോക്കി മേടിക്കാം. ഞാൻ അത് നോക്കിയിട്ടാണ് മേടിച്ചത്. ഞാൻ ഇട്ട് നോക്കി ഒരു കുഴപ്പമില്ല, നല്ല കംഫർട്ടബിളായിട്ട് നമുക്കിത് ഇടാൻ പറ്റും. ലോങ് ഡ്യൂറേഷന് വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിത് ഫേസിൽ ഇടുമ്പോഴത്തേക്ക് കാണാനും നല്ല ഭംഗിയുണ്ട്. ഒരു സ്ട്രോങ് ലുക്കാണ് നമുക്ക് ഇത് അപ്പീൽ ചെയ്യുന്നത് നമ്മളിത് ഇടുമ്പോഴത്തേക്കും. സ്പെഷ്യലി എടുത്ത് പറയേണ്ട കേസ് ഇതിൻ്റെ കളറാണ്. ഈ കളർ വളരെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഐ ഗ്ലാസ് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യും. കാരണം വെച്ചാൽ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. മറ്റേ ഗ്ലാസ്സിനും കൂടുതൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെടുന്നത്. ഒരു ഓഫീസ് യൂസിനൊക്കെ ഇത് നല്ല ഒരു ഗ്ലാസ്സാണ്. നമ്മളൊരു ഓഫീസ് ടയറിൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും ഇത് നമുക്ക് നന്നായിട്ട് ചേരുകയും ചെയ്യും. ഇനി നമുക്ക് ജോൺ ആൻഡ് ജേക്കബ്സിനെ കുറിച്ച് നോക്കാം. ഇതുപോലത്തെ ഒരു പൗച്ചിലാണ് ഇത് വരുന്നത്. ഇതൊരു മാഗ്നറ്റ് നമുക്ക് കൊടുത്തിട്ടുണ്ട് ഇത് പൂട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഒരു വൈപ്പിംഗ് ക്ലോത്ത് പറഞ്ഞിട്ടുണ്ട്. സെയിം കളറാണ്. ഇവിടെ ജോൺ ആൻഡ് ജേക്കബ്സിനൊരു ബ്രാൻഡിങ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ഗ്ലാസ്. ഇതിൻ്റെ ഫേസിൻ്റെ ഫ്രെയിം നോക്കി കഴിയുമ്പോഴത്തേക്കും ഇത് ഇത്തിരി ഹാർഡായിട്ടുള്ള ഫ്രെയിമാണ്. നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഇതിനകത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇയറിൻ്റെ സപ്പോർട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് TR ഫ്ലെക്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജോൺ ആൻഡ് ജേക്കബ്സിൻ്റെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മോഡൽ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രെയിം ഒപ്പേക്ക് അല്ല, ഇത്തിരി ട്രാൻസ്ലൂസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ്. ഒരു മാറ്റ് ഫിനിഷ് പോലെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഒരു ബ്ലൂയിഷ് ഗ്രേ കളറാണ് ഇതിൻ്റെ ഫ്രെയിമിന് കൊടുത്തിരിക്കുന്നത്. അതേസമയത്ത് ഒരു ബ്ലാക്ക് കളറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഒരു മെറ്റലിൻ്റെ ഹിഞ്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. മറ്റേ ഗ്ലാസ് പോലെ തന്നെ ഇതിലും ഒരു സ്ക്വീക്കിംഗ് സൗണ്ട് ഇല്ല നമ്മൾ ഫേസിലേക്ക് ഇടുമ്പോഴത്തേക്കും. അത് കാരണം ഞാനിത് സെലക്ട് ചെയ്തത്. അത് മാത്രമല്ല നമുക്കിത് ഔട്ട്ഡോർ യൂസിനും യൂസ് ചെയ്യാം. കാരണം വെച്ചാൽ ഇത് ഇത്തിരി ഒരു സ്പോട്ടി ടൈപ്പുള്ളൊരു ഫ്രെയിമാണ് ഇതിലുള്ളത്. നമുക്ക് ഔട്ട്ഡോർ പോകാനൊക്കെ
കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാനിതിൽ യൂസ് ചെയ്യുന്നത് പ്രോഗ്രസീവ് ഗ്ലാസ്. നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് റിമൂവ്ഡ് ആയ കാരണം നമുക്ക് ഏത് ലെൻസ് വേണമെങ്കിലും ഇതിലിടാം. ഞാൻ പ്രോഗ്രസീവാണ് യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെ വർക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് പ്രോഗ്രസീവ് ലെൻസാണ് കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണിത്. എനിക്ക് ഒരു രീതിയിലും ഒരു സ്ട്രെങ്ത്തിനൊരു കുറവുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇടുമ്പോഴും ഇത് നല്ല കംഫർട്ടബിളാണ്. ഇത്തിരി ഷാർപ്പായിട്ടുള്ള എഡ്ജാണ് ഇവിടെ കൊടുത്തതെങ്കിലും നമ്മളിത് ഇട്ട് കഴിയുമ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഒരു ഹെവി ഫീല് നമുക്ക് തോന്നുന്നില്ല ഇതിട്ട് കഴിയുമ്പോഴത്തേക്കും. എന്നാൽ വേദന എടുക്കുന്നില്ല. നല്ല കംഫർട്ടബിളായിട്ടാണ് ഇത് നമുക്ക് ഇടുമ്പോൾ തോന്നുന്നത്. വളരെ കംഫർട്ടബിളാണ്. ഇത് കാണാം ഇവിടെ ജോൺ ആൻഡ് ജേക്കബ്സിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയുണ്ട് ബ്രാൻഡിങ്. അതുപോലെ തന്നെ അത്യാവശ്യം വളരെ കംഫർട്ടബിളായിട്ടുള്ള ഗ്ലാസ്സാണ്. ഇപ്പോൾ ഞാൻ 2 ഗ്ലാസ് ഇവിടെ വെച്ച് നോക്കാം. രണ്ടും അത്യാവശ്യം നല്ല മോഡലാണ്. കാണാനും ഭംഗിയായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള 2 മോഡലുകളാണ് ഇത് രണ്ടും. ഞാൻ വളരെ ഹാപ്പിയാണ് ഇത് മേടിച്ചിട്ട്. നല്ല കംഫർട്ടബിളാണ്. അതുപോലെ തന്നെ വായിക്കാനും നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ വീഡിയോ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.